മാധ്യമ പഠനകേന്ദ്രം റീൽ ആൻഡ് റീഡ് വാർത്തകൾ. കവിയും ചിത്രകാരനുമായ ശരത് ചന്ദ്രലാലിന്റെ കവിതകളുടെ ബൃഹത് സമാഹാര പ്രകാശനം. 5 പതിറ്റാണ്ടായി കവിത എഴുതുന്ന ശരത് ചന്ദ്രലാലിന്റെ കവിതകളുടെ ബൃഹത് സമാഹാരം പ്രശസ്ത കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ പ്രകാശനം ചെയ്തു. ജൂൺ 5-ന് തിരുവനന്തപുരം പ്രസ് ക്ലബിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രശസ്ത സാഹിത്യ ചലച്ചിത്ര നിരൂപകനും ഗ്രന്ഥകാരനുമായ PS പ്രദീപ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചു സംസാരിച്ചു. ഒരു പ്രത്യേക ചട്ടക്കൂടിലും പ്രസ്ഥാനത്തിലും ഒതുക്കാനാവാത്ത യഥാർത്ഥ കാവ്യപ്രതിഭയാണ് കവി ശരത് ചന്ദ്രലാൽ എന്ന് അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തുകൊണ്ട് പ്രശസ്ത കവിയും ഗാനരചയിതാവും മുൻ ചീഫ് സെക്രട്ടറിയുമായ കെ ജയകുമാർ പറഞ്ഞു. തനിക്ക് വർഷങ്ങളായി കവിയെ അറിയാമെന്നും ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സമഗ്രമായ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചതിൽ അതീവ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പേരിൽ ഇന്നിവിടെ പുറത്തിറങ്ങുന്നു എന്നുള്ളതും ഒരു കവിയെ സംബന്ധിച്ച് വലിയ സന്തോഷപ്രദമായിരുന്നു. എനിക്ക് തോന്നിയത് ഇതൊരു പുതിയ കവി എഴുതിയ സൗന്ദര്യ ലഹരിയാണ് എന്ന് പോലും എനിക്ക് പറയുന്നതിൽ തെറ്റില്ല. കാരണം ആത്മീയമായിട്ടുള്ള വളരെ അത് സൗന്ദര്യ ലഹരിയിലും വാസ്തവത്തിൽ ശങ്കരാചാര്യരുടെ ദേവിയെ വർണ്ണിക്കുമ്പോൾ പല പല ഭാവങ്ങളാണ്, ഭക്തി മാത്രമല്ല. ശങ്കരാചാര്യർക്ക് വശമുണ്ടായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാത്ത ഭാവങ്ങളൊക്കെ ശങ്കരാചാര്യരുടെ സൗന്ദര്യ ലഹരിയിൽ കാണാം. പ്രശസ്ത സാഹിത്യ ചലച്ചിത്ര നിരൂപകനും ഗ്രന്ഥകാരനുമായ PS പ്രദീപ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ച് സംസാരിച്ചു. കുടുംബാംഗമാണ്. അതുപോലെ തന്നെ എന്റെ ആത്മമിത്രമായ ശരത് ചന്ദ്രലാലാണ് ഈ കവിത സമാഹാരത്തിന്റെ രചയിതാവായ കവി. മലയാളത്തിലെ പ്രമുഖ സാഹിത്യ ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമായ ഡോക്ടർ B രാജാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ചലച്ചിത്ര നിരൂപകനും സംവിധായകനുമായ വിജയകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതിലെ ആത്മീയ കവിതകൾ. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടില് പണ്ട് പുരാണ കൃതികളെ ഉപജീവിച്ച് ധാരാളം പേര് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ആത്മീയതയില്ല, അത് കഥയാണ് അവർ അനുകരിച്ചത്. അത് കഴിഞ്ഞ പുരോഗമന സാഹിത്യമായി, പിന്നെ ആധുനികതയായി, വിഷയങ്ങൾ മാറി. പക്ഷേ ലാല് ഈ പുരാണ കൃതികളിലെ ആധ്യാത്മികാംശം എടുത്ത് കവിത എഴുതാൻ കഴിയുന്നയാളാണ്. അദ്ദേഹം പഞ്ചതന്ത്രം വിവർത്തനം ചെയ്ത ആളാണ്, ഭഗവത്ഗീത വിവർത്തനം ചെയ്ത ആളാണ്. അങ്ങനെ പഞ്ചതന്ത്രവും ഭഗവത്ഗീതയും വിവർത്തനം ചെയ്ത ആളിന്റെ ഒരു സ്വാഭാവിക പരിണാമം അദ്ദേഹത്തിന്റെ കവിതകളിൽ കാണാം. അത് ഇതിപ്പം അത് തന്നെയാണ്. അങ്ങനെ ഒരു കവിത അതിൽ വായിച്ചു. ഈ വലിയ സമാഹാരത്തിൽ എന്നെ വളരെ ആകർഷിച്ച ഒരു കവിതയാണ്. എഴുത്തുകാരനും പ്രസാധകനുമായ ഡോക്ടർ M രാജീവ് കുമാർ സ്വാഗതവും പ്രമുഖ എഴുത്തുകാരനും സാംസ്കാരിക നിരീക്ഷകനുമായ ശ്രീ PG സദാനന്ദൻ ആശംസകളും നേർന്നു. ശരത് ചന്ദ്രലാൽ നന്ദിയും പറഞ്ഞു. എഴുതിയ ഹരിദാസൻ അദ്ദേഹം ചടങ്ങിൽ വന്നിട്ടില്ല, അദ്ദേഹം മറ്റൊരാവശ്യമായിട്ട് സ്ഥലത്തില്ല. ഇതെല്ലാം വളരെ പെട്ടെന്നാണ് നടന്നത്. ഒരു ദിവസം രാജീവ്കുമാർ ഞാൻ പരിധിയിലെത്തിയപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇത്രയും നാളായിട്ട് കവിത എഴുതുന്നു, നിങ്ങൾക്ക് അതിനുള്ള ഒരു അംഗീകാരം കിട്ടിയില്ല. നിങ്ങളുടെ ഒരു പുസ്തകം ഇതുവരെയുള്ള കവിതകളെല്ലാം കൂടെ ചേർത്ത് ഞാൻ പ്രസിദ്ധപ്പെടുത്തും എന്ന് പറഞ്ഞൊരു ഒരു ദിവസം പരസ്യം കൊടുത്തത് 600 പേര്. അപ്പൊ എനിക്ക് അത്ഭുതം തോന്നി, ഇത്രയും കവിതകൾ ഉണ്ടാകുമോ? പക്ഷെ അതെല്ലാം പെട്ടെന്ന് സംഭവിച്ചു എന്നുള്ളതാണ്. നോക്കിയപ്പോൾ അത് കൂടുതലുണ്ട്. പെട്ടെന്ന് തന്നെ അത് കവിതകൾ തിരഞ്ഞെടുക്കാനും അവതാരിക ഒരാഴ്ചക്കകത്ത് തന്നെ ഹരിദാസൻ എഴുതി തരികയും ചെയ്തത് ഏറ്റവും ഉൾക്കൊണ്ടുകൊണ്ട് കവിത ഓരോ കവിതയും വിലയിരുത്തി കവിതയിൽ അത്രത്തോളം ആഴ്ന്നിറങ്ങിക്കൊണ്ടാണ് അവതാരിക തയ്യാറാക്കിയത്. പിന്നെ ഇതെല്ലാം എന്തോ പെട്ടെന്ന് വളരെ വേഗത്തിൽ അങ്ങ് നടന്നു എന്നുള്ളതാണ്. അത് രാജീവ് കുമാറിനല്ലാതെ മറ്റൊരാളത് സാധിക്കുമോ എന്നറിയില്ല. ഇത്രയും പെട്ടെന്ന് ചെയ്യാനുള്ള വലിയൊരു മനസ്സ് കാണിച്ചത് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇത് പ്രകാശനം ചെയ്യുന്ന കാര്യം ആലോചിച്ചപ്പോൾ പെട്ടെന്ന് ജയകുമാർ സാറിന്റെ പേരാണ് ഞാൻ ഓർമ്മ വന്നത്. കാരണം എന്നെ ആദ്യം കാലം മുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന
അദ്ദേഹമാണ്.